ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ? നമ്മുടെ നവരാത്രി ദിവസങ്ങളൊക്കെ അടുത്തോ അല്ലേ? അപ്പം നമ്മൾക്ക് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ടാസ്ക് ആണ് കേട്ടോ. എല്ലാവരുടെയും നമ്മൾ അടിച്ച് തുടച്ച് എല്ലാ ദിവസങ്ങളും വൃത്തിയാക്കും. പക്ഷേ നമ്മൾ ജനൽപ്പാളികൾ വാതിലുകളൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇല്ലേ, വീടൊക്കെ സുന്ദര കുട്ടപ്പനാക്കി. കാരണം എന്താണ്, വീട്ടിൽ നമ്മൾ പൂജയെല്ലാം ചെയ്ത് നമ്മൾ കുറെയെല്ലാം ഇട്ട് കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഏറ്റവും വലിയ ഏതെന്താണെന്ന് അറിയാമോ? അവരുടെ ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് പറയുന്നത് ബുക്കൊക്കെ പുതിയ കവർ ചെയ്ത് അമ്പലത്തിൽ പൂജിക്കാൻ കൊടുക്കും. ചിലവര് വീട്ടിൽ പൂജിക്കാൻ കൊടുക്കും. പിന്നെ ചന്ദനക്കുറി ഇടുക, അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. പിന്നെ വലിയവനെ സംബന്ധിച്ചിടത്തോളം വീടൊക്കെ ക്ലീൻ ചെയ്യുക, വണ്ടികളൊക്കെ നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പൂജിക്കുക, അല്ലെങ്കിൽ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കുക, അതിന് മാലയിട്ട് കൊടുക്കുക, ചന്ദനക്കുറി ഇട്ട് കൊടുക്കുക. അതും വേറൊരു നമ്മളെപ്പോലുള്ളവർക്ക് വേറൊരു എക്സൈറ്റ്മെന്റ്. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ടാസ്ക്കാണ് വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് വീടെല്ലാം അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്ത് ജനലുകൾ വാതിലുകളൊക്കെ തുടച്ച് TV യൂണിറ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം തുടച്ച് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക്കാണ് കേട്ടോ. അങ്ങനെ ഗായ്സ്, ഞാൻ ഏറ്റവും വലിയ ടാസ്കിലേക്ക് കടന്നിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഒരു സമയമില്ലല്ലോ. ഓക്കെ, നമ്മൾ പകുതി ചെയ്യുന്നത് ഏറ്റവും വലിയ അങ്ങനെ അത് വലിയ ഇതായിട്ടുള്ള കാര്യമല്ല. നമ്മളിപ്പോൾ ഒരു പണി ചെയ്തു തുടങ്ങുമ്പോൾ നമ്മളത് ആ പണി അതോടുകൂടെ നമ്മൾ തീർക്കണം. അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ പണികളൊക്കെ ഒന്ന് ചെയ്യട്ടെ. ഓക്കെ, വെയിറ്റ് ആൻഡ് സീ.
സിറ്റ് ഔട്ടിൻ്റെ അവിടെ എത്തി. സിറ്റ് ഔട്ടിലെ ഫ്രണ്ടിലെ നമ്മുടെ ജനലുകളും വാതിലുകളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി. ഇതിൻ്റെ ഫൈനലാണ് കേട്ടോ. അത് കഴിഞ്ഞു. ഓ മതിയായി. ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല കേട്ടോ, നമ്മുടെ മക്കളുണ്ടായിരുന്നില്ല. മക്കൾ സ്കൂളിലൊക്കെ പോയി. ശ്രീകുട്ടിയും കിങ്ങൊക്കെ സ്കൂളിലേക്ക് പോയി. അപ്പം ഞാനും നമ്മുടെ ഡോറയുണ്ടല്ലോ, ഞാനും ഡോറയും കൂടിയിട്ടായിരുന്നു കേട്ടോ പണി ചെയ്തുകൊണ്ടിരുന്നത്. പാവം, ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ വരുന്ന ഒരാളാണല്ലോ. ഓക്കെ, അപ്പോൾ എനിക്കൊരു ടൈം പാസ് എനിക്ക് അവനായിരുന്നു. ഞാൻ അവനോടൊക്കെ സംസാരിച്ച് കൂടെ വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളങ്ങനെ എൻജോയ് ചെയ്ത് ജോലിയെല്ലാം തീർത്തു കേട്ടോ. ഏകദേശം എല്ലാം തീർത്തു. കഴിഞ്ഞു. ഇനിയിപ്പോൾ ക്ലീൻ ചെയ്യാനൊന്നുമില്ല. ഇനി നമ്മുടെ നവരാത്രി ദിവസത്തിന് വേണ്ടി ഇരിക്കുക, പിന്നെ മക്കളുടെ സ്കൂളൊക്കെ ബുക്കൊന്ന് കവർ ചെയ്യുക, പൂജയുള്ള ഓക്കെ അങ്ങനെ ഇട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ നവരാത്രി ദിനാശംസകൾ. എല്ലാവരും അടിച്ചു പൊളിക്കുക, എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ ബൈ. താങ്ക് യു സോ മച്ച്. അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു കേട്ടോ. നമ്മുടെ ഡോറിനെ ഒന്ന് കാണണ്ടേ? ഡോറയെ കാണണം. കാരണം അവൻ എൻ്റെ കൂടെ വരുന്ന വീഡിയോസ് ഒക്കെ ഒന്ന് കാണണം കേട്ടോ. കാരണം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തുള്ള ഒരാളാണ്. ഞാൻ എവിടെയൊക്കെ പോകുന്നു എൻ്റെ കൂടെ എല്ലാം വന്ന് എൻ്റെ പണിയൊക്കെ എന്താ പറയുക അതൊക്കെ നോക്കി കണ്ട് അവനും എൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ അങ്ങോട്ട് എന്താ പറയുക സംസാരിച്ച്, ഞാൻ അവനോടൊക്കെ ഓമനിച്ച്, അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം അവനുള്ളത് കൊണ്ട് എൻ്റെ പണി എന്താ പറയുക ഒരു എന്താ പറയുക നല്ല അടിപൊളിയായിട്ട് വേഗം കഴിഞ്ഞു കേട്ടോ. കാരണം നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് പണിയെടുക്കുന്ന നമുക്ക് ആരെങ്കിലുമൊക്കെ ഒരാൾ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോൾ പറയുമ്പോൾ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് വേറെയാണ്. എനിക്ക് അവനുള്ളത് കൊണ്ട് എൻ്റെ പണികളൊക്കെ വേഗം തീർന്നു. ഇനിയിപ്പം നമ്മളുടെ വേറെ വീടൊന്ന് വൃത്തിയാക്കണം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ അവനെ പറയാതെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് വല്ലാത്തൊരു വിഷമമാവേ. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് പറഞ്ഞത്. ഓക്കെ, ഇത് നമ്മളുടെ അയൺ ടേബിളാണ് കേട്ടോ. അലുമിനിയം ഫാബ്രിക്കേഷൻ നമ്മളൊക്കെ ചെയ്ത് തന്നിട്ടുള്ളൊരു ഇതാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഇതുപോലെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലൊരു അയൺ ടേബിളാണ്. നല്ല യൂസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ സ്പേസ് പോകൂല, നമ്മൾക്കത് വേണമെങ്കിൽ ഫോൾഡ് ചെയ്ത് വെക്കാം. അങ്ങനെയൊക്കെ ഇട്ടുള്ളൊരു സംഭവമാണ്. നമ്മുടെ കുഴപ്പമില്ലാണ്ട് നമ്മൾ മാക്സിമം നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി എന്താ പറയുക, വേറെ ഒന്നുമില്ല. പേരൻസൊക്കെ സുഖമായിട്ടിരിക്കുന്നു, കുഴപ്പമില്ല. ഇനി ഫൈനലായിട്ട് നമ്മുടെ ആ TV ജസ്റ്റ് ഒന്ന് തുടച്ച്, കാരണം അതിൽ കുറച്ചൊരു ചെളിയൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിള്ളേരൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം തുടച്ച് കഴിയുമ്പോൾ എനിക്കും ക്ഷീണമായി ഗൈസ്, തീരെ വയ്യാണ്ടായി. അപ്പോൾ ഇനി എന്താ പറയുക, ഇനി കുറച്ച് ഒന്ന് ജസ്റ്റ് ആ ഒരു വാതിലിൻ്റെ അവിടെയും കൂടി ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം ഇനി എന്താണ്, ഇനി ഫുള്ള് റെസ്റ്റ് കേട്ടോ. ഇനി ഫുള്ള് റെസ്റ്റാണ്. എൻ്റെ ദൈവമേ, എനിക്ക് വയ്യാതെയായി. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നവരാത്രി ദിനാശംസകൾ. ഓക്കെ ഫ്രണ്ട്സ്, ലവ് യു ഓൾ, ബൈ.